ആവണിയെ ശ്രീയുടെ അരികിലാക്കിയ ശേഷം ആകാശ് പോയതും ശ്രീ അവളെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവൻ നടക്കുന്നതനുസരിച്ച് അവൻ്റെ പിന്നാലെ തന്നെ അവളും നടന്നു. ശ്രീയേട്ടന് എന്താ പറയാനുള്ളത്? അല്പം നടന്ന ശേഷം സമുദ്രത്തിന് അഭിമുഖമായി നിന്ന സ്ത്രീയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ആവണി ചോദിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. മാറിൽ കൈയും കെട്ടി അല്പം ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി. എന്താ ശ്രീയേട്ടാ? അവൾ അസ്വസ്ഥതയോടെ ചോദിച്ചതും അവൻ തിരിഞ്ഞ് കട്ടേക്ക് തന്നെ നോക്കി നിന്നു. ഇനി എന്താ അവണി നിന്റെ പ്ലാൻ? അവളെ നോക്കാതെ അവൻ അത് ചോദിക്കുമ്പോൾ അവൾ നെറ്റിച്ചുളിഞ്ഞു വന്നു. എന്താണ് ഉദ്ദേശിച്ചത്? അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അവൾ ചോദിച്ചു. ഞാൻ നിൻ്റെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയാണ് ചോദിച്ചത്. നീ കോളേജിൽ പോയിട്ട് ദിവസങ്ങളായെന്ന് കേട്ടു. ലീവ് എടുത്ത് വീട്ടിലിരിക്കാനും മാത്രം എന്താ നിൻ്റെ പ്രശ്നം? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. എൻ്റെ പ്രശ്നം എന്താണെന്ന് ശ്രീയേട്ടൻ അറിയില്ലേ? അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അറിയാം, അതുകൊണ്ടാണ് നിന്നോടിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നത്. എത്ര ദിവസമായി നീ കോളേജിൽ പോയിട്ട്? ഇങ്ങനെ ലീവ് എടുത്ത കുട്ടികളുടെ പോർഷൻസ് എന്താകും? നീ ഒരു അധ്യാപികയല്ലേ? നീ പഠിപ്പിക്കുന്ന കുട്ടികളോട് നിനക്കൊരു ഉത്തരവാദിത്വമില്ലേ? അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അവളിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അവളൊന്നും മിണ്ടതെ സമുദ്രത്തിലേക്ക് തന്നെ നോക്കി നിന്നു. വാണി. അല്പസമയം അങ്ങനെ നിന്ന് പിന്നിൽ നിന്നും സ്ത്രീയുടെ ആർദ്രമായ ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. കുഞ്ഞിലെ ശ്രീയേട്ടൻ തന്നെ വിളിച്ചിരുന്ന പേര് തനിക്കും അത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീയേട്ടൻ അല്ലാതെ മറ്റാരും തന്നെ അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. മറ്റാരും തന്നെ അങ്ങനെ വിളിക്കുന്നത് തനിക്ക് ഇഷ്ടവുമായിരുന്നില്ല. തനിക്ക് ശ്രീയേട്ടൻ ചീഞ്ഞൂട്ടനായിരുന്നു. തങ്ങൾ മാത്രം പരസ്പരം വിളിച്ചു പോന്ന പേരുകൾ. പിന്നീട് എപ്പോഴോ തങ്ങളിൽ നിന്നും ആ വിളി അകന്നു പോയിരുന്നു. അവൾ ഓർത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ വാണി, ഈ പേര് പോലും നീ മറന്നുപോയോ? ശ്രീയേട്ടാ, ഞാൻ. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് തടഞ്ഞു. പണ്ട് ഞാൻ നിന്നെ ഈ പേരല്ലാതെ മറ്റെന്ത് വിളിച്ചാലും നീ പ്രശ്നമുണ്ടാക്കുമായിരുന്നു. കരഞ്ഞ് നിര വിളിക്കുമായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിയും തോറും നീ ആ പേര് പോലും മറന്നു തുടങ്ങി. അതോടൊപ്പം ആ പേര് വിളിക്കുന്ന എന്നെയും. നോ. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ അതിനെ എതിർത്തു. ഇല്ല ശ്രീയേട്ടാ, ഞാൻ ഒരിക്കലും ശ്രീയേട്ടനെ മറന്നിട്ടില്ല. ഇനി ഒരിക്കലും മറക്കുകയില്ല. അവൾ നിറ കണ്ണുകളോടെ അവൻ്റെ ഇരു കൈകളും പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പിന്നെ എങ്ങനെയാ വാണി, ചീനുട്ടൻ്റെ വാണിക്ക് ആനന്ദിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞത്? അവൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനിൽ നിന്നും തൻ്റെ കൈകൾ പിൻവലിച്ചു. ശ്രീയേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അവൾ പകപ്പോടെ ചോദിച്ചു. സത്യം മാത്രം. ആദ്യമായി ചീനുട്ട എന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ നടന്ന ഒരു 5 വയസ്സുകാരി മുറപ്പെണ്ണിനോട് തോന്നിയ വാത്സല്യം കാലങ്ങൾ കടന്നു പോകുന്തോറും പതിയെ പ്രണയമായി മാറുകയായിരുന്നു. അവൾ ഇന്ന് കാണാനും അവളോടൊന്ന് സംസാരിക്കാനും കൊതിയോടെ ഓടി വരുമായിരുന്നു. പരീക്ഷ കഴിഞ്ഞുള്ള വെക്കേഷൻ ടൈമിൽ അമ്മ വീട്ടിൽ നിൽക്കാൻ വരുന്ന അവളുടെ പിന്നാലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നടക്കുമായിരുന്നു. ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ 2 കുടുംബങ്ങളും ചേർന്ന് അവരെ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതേ സന്തോഷത്തോടെ അവളിനി തൻ്റെ സ്വന്തം എന്ന കണ്ടി സ്വപ്നം കണ്ടു നടന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പ്രാണനെ പോലെ സ്നേഹിച്ചവളുടെ മനസ്സിൽ മറ്റൊരുവനാണെന്നറിഞ്ഞ ആ നിമിഷം തകർന്നു പോയി ഞാൻ. ദിവസങ്ങൾ കഴിയും തോറും അവളെന്ന നഷ്ടം സഹിക്കാൻ കഴിയാതെ ഭ്രാന്തനെ പോലെ മതത്തിൽ അഭയം തേടി. ഒടുവിൽ അവിടെ കല്യാണം തീരുമാനിച്ചതറിഞ്ഞ് ഭ്രാന്തി പിടിച്ചലയുമ്പോൾ മനസ്സിലാക്കി അവളില്ലായ്മ തൻ്റെ മരണത്തിന് തുല്യമാണെന്ന്. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ശീല പോലെ നിൽക്കുകയായിരുന്നു. ശ്രീയേട്ടൻ തന്നെ പ്രണയിച്ചിരുന്നു എന്ന ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. വീട്ടുകാർ തമ്മിൽ അങ്ങനൊരു വിവാഹം തീരുമാനിച്ചപ്പോൾ താൻ അതിന് ശക്തമായി തന്നെയാണ് എതിർത്തത്. പക്ഷെ അപ്പോഴൊന്നും ഒരിക്കൽ പോലും ശ്രീയേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നില്ല. അവൾക്ക് അവനോട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. ശേഷം അവനൊന്ന് നോക്കിയ ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. എല്ലാം അറിയുമ്പോൾ അവളുടെ പ്രതികരണം ഇങ്ങനെ തന്നെ ആകുമെന്നറിയാവുന്നതുകൊണ്ട് അവൻ അവളെ തടയാതെ അവൾ പോന്നു നോക്കി നിന്നു. കണ്ണിൽ നിന്നും അവൾ മറിഞ്ഞതും ഒരു നെടുവീർപ്പോടെ അവൻ തിരിഞ്ഞ് സമുദ്രത്തിലേക്ക് മിഴികൾ നട്ടു. ആ നിമിഷം തടഞ്ഞു നിർത്തിയ കണ്ണുനീർ അവൻ്റെ കവളിലൂടെ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. ആ അമ്മേ! പിന്നിൽ നിന്ന് മാറി ഇറുക്കെ പിടിച്ചതും ബാൽക്കണിയിലെ സോപാന പടിയിലിരുന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന നന്ദു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ആദി, നീയോ? മുന്നിൽ എളിച്ചുകൊണ്ട് നിൽക്കുന്ന ആദിയെ കണ്ടതും അവൾ നെഞ്ചിൽ കൈവെച്ചു പോയി. എൻ്റെ ആദി, നീ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുമല്ലോ. നന്ദു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളിന്ന് ചുണ്ടു കൊട്ടിക്കൊണ്ട് സോപാനപ്പടിയിൽ പോയിരുന്നു. ഇന്നെന്താ ആദ്യമോള് കോളേജിൽ പോകാതെ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്? നന്ദു ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൾ അരികിലായി വന്നിരുന്നു. എന്തു പറ്റി എൻ്റെ ആദിക്കുട്ടിക്ക്? അവളുടെ മുഖത്തെ സങ്കടം കണ്ടത് നന്ദു നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു.
ഏട്ടത്തി ഏട്ടനോടെല്ലാം പറഞ്ഞു അല്ലേ? അവൾ നന്ദുവിനെ നോക്കിക്കൊണ്ട് വിഷമത്തോടെ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. പറഞ്ഞു. എന്തേ? എന്തിനാ പറഞ്ഞേ? ഏട്ടൻ ഇന്ന് എന്നോട് ചോദിച്ചു. അവൾ പറഞ്ഞു കേട്ട് ആദ്യ പിണക്കത്തോടെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ? ഏട്ടൻ നിന്നോട് മോശമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. നിന്നെ വഴക്ക് പറയുക മറ്റോ ചെയ്തോ? നന്ദു സംശയത്തോടെ ചോദിച്ചു. അതില്ല, പക്ഷേ ഒത്തിരി ഉപദേശിച്ചു. അതിനെന്താ? നിന്നെ നല്ലത് പറഞ്ഞ് ഉപദേശിക്കാനും ശിക്ഷിക്കാനും വരെ നിന്റെ ഏട്ടൻ്റെ അവകാശമില്ലേ? നന്ദു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവളൊന്ന് മോളി. ആദി, നിന്റെ ഏട്ടനിൽ നിന്നും ഞാനൊന്നും മറച്ചു വെക്കാറില്ലടാ. ഞങ്ങൾക്കിടയിൽ ഒരിക്കലും സീക്രട്സ് എന്നൊന്നില്ല. അതുകൊണ്ടാണ് ഞാനെല്ലാം നന്ദേട്ടനോട് പറഞ്ഞത്. പുറത്തേക്ക് നോക്കിയിരുന്ന ആദിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവളെ നോക്കി. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം പറയാത്തതായിട്ട് ഒരു കാര്യമില്ലേ? അവൾ അതേ അത്ഭുതത്തോടെ തന്നെ നന്ദുവിനോട് ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു. അയ്യോ, അപ്പോൾ ഏട്ടത്തി എന്തെങ്കിലും തെറ്റ് ചെയ്താലോ? അതും പറയോ? തീർച്ചയായും. അപ്പോൾ ഏട്ട ശിക്ഷിക്കില്ലേ? ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. അവളൊരു ചിരിയോടെ പറഞ്ഞതും ആദിയുടെ മുഖത്തും ചിരി വിടർന്നു. ആണോ? അപ്പം ഏട്ടൻ കലിപ്പിനൊന്നും അല്ല അല്ലേ? നന്ദുവിൻ്റെ തോളിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? ദേഷ്യം വന്നാൽ നിന്റെ ഏട്ടൻ കട്ട കലിപ്പൻ തന്നെയാ. അല്ലാത്തപ്പോൾ സ്വീറ്റ്സും. ഓ, സ്വീറ്റ്സ് റാസ്കൽ. ഡി ഹ. അയ്യോ. ആദ്യ ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഓടിയതും അവളെ പിടിക്കാൻ എന്ന പോലെ നന്ദുവും അവളുടെ പിന്നാലെ ഓടി. കാറിലിരിക്കുമ്പോൾ ആവണിയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. ശ്രീക്ക് തന്നോട് പ്രണയമായിരുന്നു എന്ന് പറഞ്ഞത് എത്രയൊക്കെ ചിന്തിച്ചിട്ടും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അസ്വസ്ഥതയുടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ആകാശിൻ്റെ കണ്ണുകളും ഇടയ്ക്കിടയ്ക്ക് ആവണിയുടെ മേൽ പാറി വീഴുന്നുണ്ടായിരുന്നു. ശ്രീയുടെ അരികിൽ നിന്നും ഓടി വന്ന് മറ്റൊന്നും പറയാതെ കാറിലേക്ക് കയറി ഇരിക്കുകയായിരുന്നു. ശ്രീ എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ താനും പിന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. അവളുടെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമാണെന്ന് ആ നിമിഷം അവന് മനസ്സിലായിരുന്നു. അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. കാർ എവിടെ നിർത്തിയത് കണ്ടതും എന്തോ ചിന്തയിലായിരുന്ന ആവണി തിരിഞ്ഞ് ആകാശിനെ നോക്കി. എന്തേട്ടാ, എന്തിനിവിടെ നിർത്തിയത്? അവൾ ചുറ്റിനുമൊന്ന് നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചതും അവൻ മറുപടിയൊന്നും പറയാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ തന്നെ അവളും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഏട്ടാ, നിനക്ക് സ്ത്രീയെ വിവാഹം കഴിക്കാമോ ആവണി? അവൻ്റെ പിന്നിൽ ചെന്ന് നിന്ന് അവൾ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും ശാന്തമായ സ്വരത്തിൽ ആകാശ് ചോദിച്ചു കേട്ട് ആവണിലൊരു ഞെട്ടലുണ്ടായി. അറിയാതെ തന്നെ അവൻ്റെ തോളിൽ വെച്ച് അവളുടെ കൈ അവൾ പിൻവലിച്ചു. ഏട്ടാ, ഏണ്ണെന്താ ഈ പറയുന്നത്? ശ്രീയേട്ടനെ ഞാൻ... അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തല ഇരുവശത്തേക്ക് മാറ്റി. മോളെ, ശ്രീ എല്ലാം നിന്നോട് പറഞ്ഞതല്ലേ? അവൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്കും ആ ഇഷ്ടം തോന്നണ്ടേട്ടാ. ശ്രീയേട്ടൻ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവൻ പറഞ്ഞ് തീരുമ്പോനെ അവൾ മറുപടി പറഞ്ഞു. നിന്റെ കാര്യത്തിൽ അന്ന് ആനന്ദം ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ നീ അവൻ്റെ ഭാര്യ ആയിരിക്കില്ലായിരുന്നോ? അവൻ്റെ ആ ചോദ്യത്തിൽ അവൾക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് കാറിലേക്ക് തന്നെ പോയിരുന്നു. ആ നിമിഷം ആകാശിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവനത് ഓപ്പൺ ചെയ്ത് നോക്കിയതും സ്ത്രീ അയച്ച മെസ്സേജായിരുന്നു. ഇനി അവളെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, അവൾക്ക് ആവശ്യമായ ടൈം എടുത്തോട്ടെ. അവൻ്റെ മെസ്സേജ് വായിച്ചു കഴിഞ്ഞതും അവനൊരു നെടുവീർപ്പെടുത്തിരിക്കെ കാറിനടുത്തേക്ക് നടന്നു. നിലാവുള്ള രാത്രിയിൽ തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ശിവകാമി. കണ്ണുകൾ ആകാശത്തേക്കാണെങ്കിലും മനസ്സ് മറ്റെവിടെയായിരുന്നു. അവിടെ ഓർമ്മയിലേക്ക് മുഖം തെളിയാത്ത ആരുടെയൊക്കെ ചിത്രങ്ങൾ കടന്നു വന്നു. ഒടുവിൽ അവിടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചിത്രം കടന്നു വന്നതും അവർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. ആ നിമിഷം അവിടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ നിലത്ത് പതിക്കുമ്പോൾ അവ ആരുടെയൊക്കെയോ തലയ്ക്ക് മുകളിൽ ഒരു ശാപമായി മാറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇരു കൈകൾ അവളെ പുണർന്നുകൊണ്ട് അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ആമി. ദേവൻ്റെ ശബ്ദം അവളുടെ കാതിൽ അലയടിച്ചതും അവളൊരു പുഞ്ചിരിയോടെ മിഴികൾ തുറന്ന് അവനെ നോക്കി. അപ്പോഴാണ് അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞ് അവിടെ ടെൻഷൻ നിറഞ്ഞു. എന്താടാ, എന്താ പറ്റിയേ? എന്തിനെൻ്റെ പെണ്ണിപ്പോൾ കരയുന്നത്? അയാൾ ടെൻഷനോടെ അവളുടെ ഇരുക്കവളിലും കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു. ഏട്ടാ, നമ്മുടെ കുഞ്ഞ്, അതിനൊന്ന് കാണാനുള്ള ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. അവളുടെ ഇടറിയ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം അവൻ്റെ കൈകൾ നിശ്ചലമായി. അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു വന്നു. ആമി, എന്താ മോളെ ഇത്? ഇങ്ങനെ സങ്കടപ്പെടാതെ. നമ്മുടെ കുഞ്ഞിന് അത്രയും ആയുസ് വിധിച്ചിട്ടുള്ളൂ. അങ്ങനെ സമാധാനിക്കാമേ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നതും അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ മുറുക്കപ്പുണർന്നു. ഒരിക്കലും കൈവിടില്ല എന്നതുപോലെ. എത്ര സമയം അങ്ങനെ ഇരുന്നെന്ന് അറിയില്ല. ആമി നോക്കിയതും ദേവൻ അവളെ പിടിച്ചു നേരെ എത്തി.
ഇനി എൻ്റെ ആമിക്കച്ച് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത്. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജനിച്ചപ്പോൾ തന്നെ അതിന് ഈശ്വരൻ തിരികെ വിളിച്ചത്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും ഈറനായി. അത് കണ്ടതും അവൾ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. താൻ കരഞ്ഞ അവന് സഹിക്കാൻ കഴിയില്ലെന്നും അവൾക്കറിയാമായിരുന്നു. അവൾ പതിയെ അവന് നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിരുന്നു. നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചോ അമ്മി. രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചതും അവളൊന്ന് മൂളി. എങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ ഇരുന്ന് മഞ്ഞ് കൊള്ളാതെ വന്ന് കിടക്കാൻ നോക്ക്. അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. നന്ദു. വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ നന്ദു ആനന്ദിൻ്റെ വിളിക്കടുത്തും വാതിൽക്കിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താ നന്ദേട്ടാ? അവൾ ചോദിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു. നാളെയാണ് ദേവൻ സാറും ശിവകാമി മേഡവും കേരളത്തിലേക്ക് വരുന്നത്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പാലക്കാട്ടേക്ക് നമുക്കൊരു യാത്ര പോകേണ്ടി വരും. നീ തയ്യാറായിരിക്കണം. അവൻ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. മോളെവിടെ? മുറിയിൽ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അമ്മയുടെ മുറിയില. ഇന്ന് വൈകിട്ട് പെണ്ണ് കിടന്ന് നന്നായിട്ട് ഉറങ്ങി. അതുകൊണ്ട് ഇപ്പോഴൊന്നും ഉറങ്ങില്ലെന്നും പറഞ്ഞ് അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയി. അവിടെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അടുത്തിരുന്ന് കളിക്കുന്നുണ്ട്. കയ്യിലിരുന്ന് ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവനെന്ന് മൂളിക്കൊണ്ട് ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. അവർ എത്ര നാൾ കേരളത്തിലുണ്ടാകും ഏട്ടാ? അവളും അവൻ്റെ അരികിലേക്ക് കയറിയിരുന്നോണ്ട് ചോദിച്ചു. മേ ബി 2 or 3 weeks. അപ്പോഴേക്കും പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും നമുക്കും പോകണം. അവനത് പറഞ്ഞതും അവളുടെ മുഖം മങ്ങി. എന്തു പറ്റി? എൻ്റെ നന്ദോസിൻ്റെ മുഖമാകെ വാടിയല്ലോ. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവളൊരു വാടി പുഞ്ചിരി നൽകി. എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഏട്ടാ. എന്ത് രസം ഇവിടെ. അവിടെ ചെന്ന ഫ്ലാറ്റ്, ഓഫീസ് ഫ്ലാറ്റ്, അങ്ങനെ മാറി മാറി നടക്കുമല്ലേ. ഇവിടെയാണെങ്കിലോ നല്ല വയലും പുഴയും ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട് എന്ത് രസാലേ. അവൾ അവൻ്റെ വയലിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ നമ്മുടെ ബിസിനസ്സോ? അവനവളുടെ ചെവിയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് മാറിലേക്ക് കൈകൾ ഇഴച്ചു കൊണ്ടിരുന്നതോടൊപ്പം ചുണ്ടുകളാൽ കഴുത്തിൽ പരതിക്കൊണ്ട് പറഞ്ഞതും അവൾ ഇക്ലി എടുത്തതുപോലെ അവനിലൊന്ന് പിടഞ്ഞു മാറി. മോൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഡോൺ വാക്കിംഗ് മോനെ. നടക്കൂല. അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. പിന്നെ നടത്താൻ എനിക്കറിയാം. ഇങ്ങോട്ട് വാടി. അവൻ അവളെ കൈയെത്തി പിടിക്കാനായി മുന്നോട്ടാഞ്ഞതും അവൾ ബെഡിൽ നിന്നും നിലത്തേക്ക് ചാടിയിറങ്ങി. ശേഷം അവനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. നടക്കൂല മോനെ, നടക്കൂല. ഇരുവശത്തേക്കും തലയാട്ടിക്കൊണ്ട് നന്ദു പറയുന്ന കേട്ടതും ആനന്ദിന് ചെറുതായിട്ട് ദേഷ്യം വന്നു തുടങ്ങി. അല്ലെങ്കിൽ തന്നെ ആശിച്ച് മോഹിച്ച് വരുമ്പോൾ ഇതുപോലെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ കഴിയോ? എന്താ നടക്കാത്തത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ അവനെ നിന്ന് നോക്കി. അവൻ്റെ സ്വരം മാറിയപ്പോൾ തന്നെ അവന് ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ദേഷ്യപ്പെട്ടോ? എനിക്ക് പറ്റാത്തോണ്ടാ. അവൾ പറഞ്ഞു കേട്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. റെഡ് സിഗ്നൽ കാണിച്ചു. അവൾ പറഞ്ഞതും അവന് സൂക്ഷിച്ചു നോക്കി. എപ്പോൾ? കുറച്ച് മുന്നേ. അതാ ഞാൻ വാഷ്റൂമിൽ പോയത്. ഡാമിറ്റ്. അവൻ നിരാശയോടെ കട്ടിലേക്ക് കിടന്നതും അവളൊന്ന് പുഞ്ചിരിച്ചു. കൂടുതൽ കിണിക്കട, ഇങ്ങോട്ട് വാടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവനെ നെഞ്ചിലേക്ക് വീണു. അവനൊരു പുഞ്ചിരിയോടെ അവളും ചേർത്ത് പിടിച്ചു കിടന്നു. നിനക്ക് എന്താടി പെണേ ഈ സമയങ്ങളിൽ വയറുവേദനയൊന്നും വരാത്തത്? സാധാരണ പെൺകുട്ടികൾക്ക് ഈ സമയങ്ങളിൽ സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ പണ്ട് അമ്മായിയൊക്കെ അവനുടെയും മാതിയുടെയും പിന്നാലെ ഹോട്ട് ഭാഗം കൊണ്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു വേദനയില്ല, സാധാരണ പോലെ തന്നെ. അവൻ അവളെ അടിവയറ്റിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും നന്ദേട്ടാ. എല്ലാ സ്ത്രീകൾക്കും പ്രസവം ഒരുപോലെ ആകുമോ? ചിലർക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും, ചിലർക്ക് സിസേറിയൻ. അതേപോലെ മെൻസ്ട്രൽ പെയിനും പലർക്കും പല രീതിയിലായിരിക്കും. അവൾ അവൻ്റെ രോമാഭൃതമായി നെഞ്ചിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ഒരു ചെറിയ പെയിൻ പോലും ഇല്ലല്ലോ. നിരാശയോടെയുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾ മുഖമുയർത്തി അവനെ കൂർപ്പിച്ച് നോക്കി. ഇതിപ്പോൾ എനിക്ക് വേദന വരാത്തതാണോ ഏട്ടൻ്റെ പ്രശ്നം? അവൾ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയല്ലടി പെണേ. ഈ ഭാര്യമാർക്ക് വയറുവേദന വരുമ്പോൾ ഭർത്താക്കന്മാർ ഉലുവ വെള്ളം കൊടുത്തും ഹോട്ട് ബാഗ് വെച്ച് കൊടുത്തുമൊക്കെ പരിചരിക്കാറില്ലേ. എനിക്ക് മാത്രം അങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിരാശയോടെ അവൻ പറയുന്ന കേട്ടും പാവം നന്ദു വായും തുറന്നിരുന്നു പോയി. നിങ്ങൾക്ക് വട്ടാണോ മനുഷ്യ? ബാക്കിയുള്ളവരിവിടെ വയറുവേദന വരാത്തിൽ ആശ്വസിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ഓരോ ആഗ്രഹങ്ങൾ. അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അല്ലടി, ഈയിടെ അതിൻ്റെ സിംറ്റംസ് പോലും നിനക്ക് കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ ലീക്കേജ് ആകുമെന്ന് പറഞ്ഞ് ടെൻഷനല്ലേ? തിരിഞ്ഞു കിടക്കുന്നവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവന് നേരെ തിരിഞ്ഞു. അതെന്താണെന്നറിയോ? ഇപ്പം ഞാൻ സേഫ്റ്റി പാഡല്ല, മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നോ ലീക്കേജ്, നോ ടെൻഷൻ. അവളൊരു ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും
വാതിലാരോ മുട്ടുന്ന സൗണ്ട് കേട്ട് പിന്നാലെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അമ്മയെന്നുള്ള വിളിയും കേട്ടു. ആ ദേ മോള് വന്നു, നീ പോയി ഡോർ തുറന്നു കൊടുക്ക്. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടതും ആനന്ദ് നന്ദുവിനോടായി പറഞ്ഞ ശേഷം കട്ടിൽ നിന്നും എഴുന്നേറ്റ് അഴിയറായി മുണ്ടും മുറുക്കി ഉടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. അപ്പോഴേക്കും നന്ദു എഴുന്നേറ്റ് ഉലഞ്ഞുപോയി വസ്ത്രം നേരെയാക്കി വാതിലിന് നേരെ നടന്നു. വാതിൽ തുറന്നതും തൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ചിടങ്ങുന്ന കുഞ്ഞിപ്പെണ്ണെ നന്ദു കൈ നീട്ടി വാരിയെടുത്തു. അമ്മയുടെ കുഞ്ഞിപ്പെണ്ണ് അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കൂടെ കളിച്ച് ക്ഷീണിച്ചോ? കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൾ വാത്സല്യത്തോടെ ചോദിച്ചതും കുഞ്ഞിപ്പെണ്ണ് അവളുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് മാറിൽ പരതാൻ തുടങ്ങി. അച്ചോടാ, അമ്മയുടെ പൊന്നിന് വിശക്കുന്നോ? അവളുടെ പരത്തിൽ കണ്ടത് നന്ദു അവളെ കുഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. വിശന്നിട്ടൊന്നും അല്ല മോളെ, കള്ളിപ്പണ്ണിപ്പോൾ കുറച്ച് പാല് കുടിച്ചതേ ഉള്ളൂ. ഇത് ഉറക്കം വരുന്നതിൻ്റെയാ. മോൾ കുഞ്ഞിന് പാല് കൊടുത്തുറക്ക്. മോൾക്ക് ഉറക്കം വരുമ്പോൾ പാല് കിട്ടണമെന്ന് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവൾ കരഞ്ഞ് നിലവിളിച്ച് വാശം കേട്ടു. അതറിയാവുന്നത് കൊണ്ടാണ് ഉറക്കം വന്ന ഉടനെ കുഞ്ഞിനെയും കൊണ്ട് ലക്ഷ്മി അമ്മ നന്ദുവിൻ്റെ അരികിലേക്ക് വന്നത്. ശരി അമ്മേ, ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നന്ദു തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ തിരിഞ്ഞ് താഴേക്ക് നടന്നിരുന്നു. ആ അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണ് കളിയൊക്കെ കഴിഞ്ഞെത്തിയോ? വാഷ്റൂമിൽ നിന്നിറങ്ങിയ ആനന്ദ് ടവലിൽ മുഖം തുടച്ചുകൊണ്ട് കുഞ്ഞിനോടായി ചോദിച്ചതും കുഞ്ഞൊന്ന് ചിണുങ്ങിക്കൊണ്ട് വീണ്ടും നന്ദുവിൻ്റെ മാറിൽ പരതാൻ തുടങ്ങി. ഉറക്കം വരുമോ നന്ദേട്ടാ? അതായി ചിണുക്കാം. അവൾ അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും എടുത്ത് കട്ടിലേക്കായിരുന്നു. ഇട്ടിരുന്ന ടോപ്പിൻ്റെ ഫ്രണ്ട് ബട്ടൺ മാറ്റിയ ശേഷം അവൾ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് പാല് കൊടുത്തു. അവളുടെ വലത് കൈ കുഞ്ഞിനെ തൊടയിൽ പതിയെ തട്ടിക്കൊണ്ട് താളം പിടിച്ചു. കുഞ്ഞ് പതിയെ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴേക്കും നന്ദുവും തൻ്റെ അരികിലേക്ക് വന്നിരുന്ന ആനന്ദിൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചാരിയിരുന്നു. ആനന്ദ് രണ്ടുപേരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു.